വീണ്ടും ഗുണ്ടായിസോ. കാരണം ഇവിടെയുള്ള പോലീസ് ഡ്യൂട്ടിയിൽ SI-നോട് ഞാൻ പറഞ്ഞു ഈ വണ്ടി വിടുന്നില്ല. ഇവിടെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു വണ്ടീൻ്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചിന് ഇന്ത്യക്കാർ. ഇത് കണ്ടില്ലേ? ഏതാ വണ്ടിയുടെ ഗ്ലാസ് അടിച്ചോടിയേ? ഇതാ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങളുണ്ട്. എന്താ ഇപ്പോൾ ചെയ്യുക? വണ്ടി കംപ്ലീറ്റ് പാർക്കിങ്ങിനായിട്ട് കണ്ടില്ലേ? അപ്പം കോഴിക്കോട് എയർപോർട്ടിലെ എൻട്രി ഫീ കൊള്ളയ്ക്കെതിരെയും സ്റ്റാഫുകളുടെ ഗുണ്ടായിസത്തിനെതിരെയും സാധാരണക്കാരായ ഡ്രൈവർമാർ പ്രക്ഷോഭത്തിലേക്ക്. ഇന്നലെ കരിപ്പൂരിൽ കാർ യാത്രക്കാർക്ക് നേരെ പാർക്കിംഗ് ഫീസ് പിരിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാവുകയും കാറിൻ്റെ ചില്ല് അടിച്ചു തകർക്കുകയും സംഭവത്തിൽ കുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഡ്രൈവർമാർ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. ഒരിക്കലും നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു നിലയ്ക്ക് നമ്മളെ ഈ ടാക്സി പ്രസ്ഥാനം ഓൾറെഡി ഈ സാഹചര്യത്തിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മളെ ടാക്സി, ഇൻഷുറൻസ്, എന്ത് കാര്യങ്ങളാണെങ്കിലും വളരെ വളരെ ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ടാണ് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും അടച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു വലിയ പണിയും കൂടിയാണ് നമുക്കിപ്പോൾ എയർപോർട്ടിൽ കിട്ടിയത്. ഭയങ്കര എന്താ പറയുക, ഒരു സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ ടാക്സികൾക്ക് മാത്രം, അതായത് പ്രൈവറ്റ് വണ്ടികൾക്കൊന്നും കൊടുക്കാതെ ഈ സാധാരണ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഈ ടാക്സിക്കാർക്ക് മാത്രം ഒരിക്കലും അതായത് ഒരു അടച്ചിട്ട് പോകാൻ പറ്റാം. അതായത് നമുക്ക് എന്ത് റൈറ്റാണ് സംസാരിച്ചിട്ട് ഇപ്പോൾ ഒരു പാസഞ്ചേഴ്സും നമ്മളെ റൈറ്റർ നമ്മൾ കഷ്ടപ്പെട്ടാണ് നമ്മൾ അവിടുന്ന് ട്രിപ്പ് എടുത്ത് ഇവിടെ എയർപോർട്ടിലേക്ക് വരുന്നത്. ഇനി ഈ ഇത്രയും